எனக்கு ஒரு சர்ஜரி பண்ணார். சீரியஸாக சொல்கிறேன், விளையாட்டுக்கு இல்லை. என் குழந்தைங்க, என் மக்களுக்கு எல்லாருக்குமே இந்த ஃபோனுன்றது ஒரு யூஸ்ஃபுல்லான கேட்ஜெட் தான். எவ்வளவு தேவையோ அவ்வளோ யூஸ் பண்ணால் மட்டும். உதாரணத்துக்கு நான் வெளியே யாரும் வேண்டாம். அதாவது இப்படி പടുത്തുക്കിട്ട് இப்படி ഗെയിം ഒരു 4 മണി. നമസ്കാരം, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷക്കീലയുടെ ഒരു വീഡിയോ കാണുന്നുണ്ടായി. ഓർമ്മല്ല, തുടർച്ചയായിട്ടുള്ള ഫോൺ ഉപയോഗം കാരണം കഴുത്തിനൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഷക്കീല പറയുന്നുണ്ട്, ഏകദേശം 4 മണിക്കൂറോളം ഒരേ ഇരിപ്പിലിരുന്ന് ഗെയിം കാണുകയും ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തെങ്കിലും ആഹാരം, ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയും വീണ്ടും റീൽസ് കാണുക, അങ്ങനെയുള്ള തുടർച്ചയായിട്ട് ഒരു ദിവസം 8 മണിക്കൂറോളം തന്നെ ഇതുപോലെ ഫോൺ ഉപയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് കഴുത്തിന് സർജറി വേണ്ടി വന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ആൾ പറയുന്നത്. ഇതെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നമ്മളിപ്പം ഓരോ വ്യക്തികളും മൊബൈലിന് അഡിക്റ്റ് ആണ്. കാരണം ഇപ്പം നമുക്ക് ജീവിതത്തിൽ മൊബൈൽ എന്ന് പറയുന്ന സംഭവമേ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം കൂടുതലും കുട്ടികളിലായിരിക്കാം. ചില പിള്ളേർക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കൂ, അങ്ങനെയുള്ള ഒരു രീതിയിലായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് സംസാരിക്കുന്ന പോലെയല്ല കുറേ നേരം ഇങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉറക്കം ഒഴിയുന്ന ആ ഒരു സമയം, അതായത് ഫോൺ നോക്കി നോക്കി അവസാനം കണ്ണിന് ക്ഷീണമാവും, പിന്നെ അവസാനം തലവേദനയാവും, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് വരുന്നത്. പണ്ട് കാലത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു, കാരണം അവർ ഫോൺ യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഫോൺ. നമ്മളിപ്പോൾ കുട്ടികളിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ കൂടി തന്നെയാണ്, നമുക്ക് ഫോണില്ലാണ്ട് നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോണില്ലാണ്ട് നമുക്ക് ഇരിക്കാനേ പറ്റത്തില്ല. ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒന്ന് ഫോണിൽ നോക്കണം. ഇപ്പം ഓരോ സാധനങ്ങളുടെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ സത്യം പറയാൻ നോക്കി നോക്കി നമുക്ക് ചിലപ്പോൾ ഒന്നും കാണത്തുമില്ല. എന്നാൽ തല എടുത്ത് ഭയങ്കര വേദനയായിരിക്കാം, പുറമൊക്കെ ഭയങ്കര വേദനയായിരിക്കാം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഈ ഒരു എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കാണ്ട് കുറച്ച് അതിനെ റെസ്റ്റ് കൊടുക്കുക. എന്തായാലും നമുക്ക് ഷക്കീല എന്തൊക്കെയാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഷക്കീലയുടെ ആ ഒരു അനുഭവം എന്തൊക്കെയാണ് നമുക്ക് ആദ്യം கேட்டுட்டு வரேன். அஸ்ஸலாமு அலைக்கும். நான் தான் உங்க ஷக்கீலா. உங்க எல்லாருக்கும் தெரியும், இது நல்லா இருக்குல்ல டை. அதாவது சமீபத்தில் எனக்கு ஒரு ஆப்ரேஷன் ஆச்சு. இப்போதான் வந்தேன் ஹாஸ்பிட்டல்லேருந்து. நம்ம வீட்டு பக்கத்தில் மெட்வே ஹாஸ்பிட்டல் தான். டாக்டர் பாலமுருகன் சார் எனக்கு ஒரு சர்ஜரி பண்ணார். சீரியஸாக சொல்கிறேன், விளையாட்டுக்கு இல்லை. என் குழந்தைங்க, என் மக்களுக்கு எல்லாருக்குமே இந்த ஃபோனுன்றது ஒரு யூஸ்ஃபுல்லான கேட்ஜெட் தான். எவ்வளவு தேவையோ அவ்வளோ யூஸ் பண்ணால் மட்டும். உதாரணத்துக்கு நான் வெளியே யாரும் வேண்டாம். அதாவது இப்படி படுத்துக்கிட்டு இப்படி கேமு ஒரு 4 மணி நேரம் தான் விளையாடுவேன். இது நடுவில் காஃபி டீக்கு எழுப்புவாங்க. அப்போ எழுந்து டீ குடிச்சு திருப்பி அதே விளையாட்டு. யூடியூப்லேயே இன்ஸ்டாலேயே பார்த்துக்கிட்டே இருக்கிறது. இதனால விளைவு என்ன ஆச்சுன்னு நீங்கள் எல்லாம் பார்த்துருப்பீங்க. எனக்கு வந்து சர்விக்கலாமா அதில் ஏதோ 2 எலும்பு நடுவில் இருந்து ஜவ்வு வெளில வந்துச்சு. அதுக்கு வந்து இப்போ வந்து ஒரு டிட்டானியம் சிப்பு வச்சு ஸ்க்ரூ போட்டிருக்கிறாங்க. முற்றிலும் ஒரு தேவையில்லாத வேலை இது. என்னடா இப்படி சொல்கிறேன்னா, உண்மையிலேயே இது ஒரு அனவசர செலவு விட்டாலும் வலி, வேதனை. ஸோ உங்கள் எல்லாருக்கும் நான் ஒன்றே ஒன்று தான் சொல்லிக்கிறேன். இன்ஃபேக்ட் இது ஒரு வேண்டுகோளாக கேட்டுக்கிறேன். இப்போத்துலேருந்தே குழந்தைங்க கையில் மொபைல் கொடுக்கறது அவாய்ட் பண்ணுங்க. நீங்கள் கூட எவ்வளவு நேரம் தவிர்க்க முடியுமோ அவ்வளோ நேரம் இந்த வீடியோஸ் பார்க்குறதாகட்டும், என் வீடியோவும் சேர்த்து தான், கொஞ்சம் எல்லாத்தையும் அவாய்ட் பண்ணிக்கோங்க. முக்கியமான இன்ஃபர்மேஷன் ஏதாவது இருந்தால், இப்போ நான் சொன்னேனே அந்த மாதிரி இன்ஃபர்மேஷன் இருந்தால் பாருங்க. இல்லைன்னா 3 லட்ச ரூபாய் வலி. அதனால் என்னோட அன்பு குழந்தைங்களுக்கும் என் கூட பிறந்தவங்க மாதிரி நான் யார் யாரை நினைக்கிறேனோ அவங்க எல்லாருக்கும் சொல்லிக்கிறேன், ஃபோனை வந்து ரொம்ப லிமிட்டடாக யூஸ் பண்ணுங்க. பார்த்துக்கோங்க, உடம்பு பார்த்துக்கோங்க.
ഇപ്പൊ കൂടുതലും കുട്ടികളും യുവാക്കളും ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്ത ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ മാത്രം തന്നെയാണ്. അതിലല്ലാത്ത എല്ലാ ആൾക്കാരും ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് ഫോണിനെ കുറിച്ചിട്ട് അധികം ഒന്നും അറിയാത്തതുകൊണ്ട് അവർ ഈ ഒരു ഫോണിന്റെ രീതിയിലോട്ട് പോകുന്നില്ല. എന്തെങ്കിലും വല്ല സീരിയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇരുന്ന് കാണും. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും പത്രം ഉണ്ടെങ്കിൽ അതിൽ വായിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത ആൾക്കാർ ഫോണ്, ബാത്റൂമിൽ പോയ ഫോണ്, ഉറങ്ങുന്നതിന് മുന്നേ ഫോണ്, അങ്ങനെ പല നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എല്ലാവരുടേക്കും ഷെയർ ആയിട്ടുള്ളത്. എന്തായാലും ഇതിനെ കുറിച്ചിട്ടൊരു ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഷോർട്ട് ഫിലിം അതായത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തു പറ്റിയമ്മ? ന്യൂസ് പേപ്പറിൽ പറഞ്ഞ കുറച്ച് കാശ് ഇതിൽ വെച്ചിരുന്നു, നീ കണ്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ച പൈസ ഒന്ന് തപ്പട. മണിക്കൂറുകളോളം മൊബൈൽ ഫോണും വീണത് നോക്കടാ, പുറകെടാ. ജയിക്കുള്ള കളിയായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കളിച്ചോണ്ട് കോൺസെൻട്രേഷൻ കളയല്ലേ എന്റെ. എടാ എനിക്കിവിടെ ഒന്ന് പഠിപ്പിച്ചാടാ. എടാ നിന്റെ ഈ പാട്ട ഫോണൊന്നും സപ്പോർട്ട് ആവൂല. നീ ആദ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ നോക്ക്. നല്ല ഫോണെന്നൊക്കെ പറയുമ്പോ എത്ര രൂപയാവും? എടാ കുറഞ്ഞ ഒരു 40,000 എങ്കിലും ആവും. എടാ അല്ലെങ്കിൽ കളിയൊക്കെ ഹാങ് ആവും. 40,000 രൂപ? എടാ ഇത്രയും ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? നിന്റെ വീട്ടിൽ നിന്ന് എടുക്കണം. ഞാനും എന്റെ വീട്ടിൽ നിന്ന് പൈസ എടുക്കണം. സത്യം പറഞ്ഞാലും പൈസ തരും? ഇല്ലല്ല, അവിടെ നമ്മളങ്ങ് എടുക്കണം. എടാ എന്നാലും ഒരെന്നാലും ഇല്ല, നമ്മൾ അച്ഛൻ്റെ അമ്മേരും പൈസ അല്ല. അതിൽ നിന്ന് കുറച്ചെടുക്കുന്നു പറഞ്ഞു ഒരു കുഴപ്പമില്ല. മണിക്കൂറുകളോളം മൊബൈൽ ഫോണും. എന്താടാ കയ്യില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇത് ആരുടെയാടാ? ഇതെന്റെ തന്നെ. നിന്റെയാ? ഇത് വാങ്ങിക്കാനുള്ള കാശ് നിനക്ക് എവിടെ കിട്ടി? അമ്മ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ ഫോണിങ്ങതാ. അതെ, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയടാ. അമ്മ മര്യാദയ്ക്ക് എന്റെ ഫോണിങ്ങതാ, അല്ലെങ്കിൽ അപ്പൊ നീയാണല്ലേ അലമാരിയിൽ നിന്ന് കാശ് എടുത്തത്? സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് വെച്ചിരുന്ന കാശ് എടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാ? എനിക്ക് ഗെയിം കളിക്കാൻ ഒരു ഫോൺ കാണായിരുന്നു. അതെങ്ങനെയാ? ഇവിടെ ഒന്നും ദാരിദ്ര്യമില്ലേ? നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ മേടിച്ചു തരൂ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങെടുത്ത്. എടാ മഹാഭാവി, നിന്റെ ചേച്ചിയുടെ കല്യാണത്തെക്കാളും വലുതാണോ നിന്റെ ഈ കളി? അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി കണ്ടവന്റെ എച്ചില് മാത്രം കഴിയുണ്ടാക്കിയ കാശ നീ കൊണ്ട് തൊലച്ചത്. മണിക്കൂറുകളോളം മൊബൈൽ നീ ഫോണും. ഒരു കാലത്ത് ഗുണം പിടിക്കൂലടാ. ഇതാ കൊണ്ടുപോയി കളിച്ച് ചാവ്. നീ എന്താണ് ഇപ്പൊ എന്റെ ഫോൺ പേഴ്സ് എടുത്തേ? ഞാൻ വെറുതെയാ? ഞാൻ ഇല്ലാത്തപ്പോ നീ എന്റെ കാർഡ് യൂസ് ചെയ്യാറുണ്ടല്ലേ? ഇല്ല അച്ഛാ. കള്ളം പറഞ്ഞാൽ അടിച്ചതിന്റെ ചെവിക്കുടി ഞാൻ പൊട്ടിക്കും. എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് ചുമ്മാ അവന്റെ അടുത്ത് കിടന്ന് ചാടണത്? നിന്റെ മോ ഇപ്പൊ പൈസ മോട്ടിക്കാനും തുടങ്ങി. ഇന്ന് ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴേ അറിഞ്ഞത് എല്ലാ മാസവും ഇപ്പം 10-15 വെച്ച് എടുക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവ എങ്ങനെ പൈസ എടുക്കും? എടി എന്റെ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് അവൻ പൈസ എടുത്തിട്ട് ഞാൻ അറിയാതിരിക്കാൻ എനിക്ക് വരുന്ന മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്യും. അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇത്രയും കാശ് എടുക്കാൻ മാത്രം നിനക്ക് എന്താണ് ഇത്ര ചെലവ്? മണിക്കൂറുകളോളം മൊബൈൽ ഫോണും. അത് ഞാൻ ഗെയിമിങ്ങിന് കുറച്ച് അക്സസറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടി എടുക്കാൻ. നിനക്ക് കളിച്ചു കളയാൻ സ്വന്തം തന്തയുടെ പൈസ തന്നെ മോട്ടിക്കണം അല്ലടാ. നിങ്ങൾ അവനെ ഇങ്ങനെ അടിക്കാതെ. നിനക്ക് വേണം ആദ്യം തരാൻ. മുട്ടേ നിരത്ത് ചെറുക്കന് 50,000 രൂപ ഫോണും മാസം 1,500 റീചാർജും. നിന്റെ റൂമിൽ കയറി സാധനം എടുക്കണ കണ്ട നിന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി എടുത്ത് വിളിക്കളയും കേട്ടോടാ. മണിക്കൂറുകളോളം മൊബൈൽ ഫോണും. പബ്ജി ഗെയിമിന് അടിമപ്പെട്ട തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി ജീവനൊടുക്കി. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ഷാനു ആത്മഹത്യ ചെയ്യുമ്പോൾ പബ്ജി ഗെയിമിന് അടിമയായിരുന്നുവെന്ന് അമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുമ്പോഴുള്ള ദിവസങ്ങളിൽ മകൻ മണിക്കൂറുകളോളം ഗെയിം കളിച്ചിരുന്നതായി അമ്മ പറയുന്നു. അവന്റെ സ്വഭാവം ഒക്കെ മാറാൻ തുടങ്ങി.
ഈ കളി കളിക്കാൻ തുടങ്ങിയ അവന് ആഹാരവും വേണ്ട, വെള്ളവും വേണ്ട, ഉറക്കം തീരെ ഇല്ലാതായി. ദിവസവും 18-20 മണിക്കൂറാണ് അവൻ കളിക്കുന്നത്. കഥവ് കുറ്റിയിട്ടിട്ട് കളിക്കണോണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. റീചാർജ് ചെയ്യാൻ പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ കൊല്ലാൻ നിൽക്കും. പൈസ കൊടുക്കാൻ വയ്യ, ചത്തു കളയുമെന്ന് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഒരു അമ്മമാർക്ക് ഈ ഗതികേട് വരരുത്. ഗെയിമിങ്ങിന് അഡിക്റ്റഡ് ആയ ഒത്തിരി കുട്ടികൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരൊക്കെ മറ്റു കുട്ടികളോട് സംസാരിക്കുക പോലുമില്ല. ഇവരൊരു വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത്. വലിയ ആപത്താണത്. രക്ഷിതാക്കൾ പലപ്പോഴും അറിയുന്നില്ല മൊബൈൽ ഫോണുകളിൽ കുട്ടികൾ കളിക്കുന്ന അപകടകാരികളായ ഗെയിമുകളെപ്പറ്റി. ഒന്ന് വഴക്ക് പറഞ്ഞാൽ അവർ വിഷമിക്കുമെന്ന് കരുതുന്ന രക്ഷിതാക്കൾ ഒന്നോർക്കുക, പബ്ജി, ഫ്രീ ഫയർ പോലുള്ള മരണക്കളികളാണ് ഇതിനുള്ളിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അരുൺ GP. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഉറക്കമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഡോക്ടർ, ഫുഡും ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. പക്ഷേ അടുത്തിടെയായിട്ട് ആള് നല്ല സൈലന്റ് ആയിപ്പോയി. ആ സാരമില്ല, അവനിപ്പോൾ 80% ക്യൂർ ആയിട്ടുള്ളൂ. പതുക്കെ പതുക്കെ ഗ്രാജുവലി ഹിൽ കം ടു നോർമൽ ലൈഫ്. അമലൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ആദ്യമൊക്കെ അമലിനെ ട്രീറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് അമലിനെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള CCTV ഫുട്ടേജാണ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ പേടിക്കണ്ട, ഇപ്പം ഇങ്ങനെയൊന്നും അല്ലല്ലോ ആള്. ഈസ് ഗെറ്റിംഗ് ഫൈൻ നൗ. നിങ്ങൾ പാരൻസിൻ്റെ കയ്യിലാണ് എല്ലാം. നിങ്ങളോട് പ്രോപ്പർ കെയർ ഉണ്ടെങ്കിലേ ഇനിയും ഇതുപോലൊന്നും അവർ വഴുതി വിടാതിരിക്കുകയുള്ളൂ. സോ ടേക്ക് കെയർ ഓഫ് യു. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് മുതൽ റീചാർജ് ചെയ്യാൻ പണം തരാത്തതിന് ആത്മഹത്യ വരെ ചെയ്യുന്ന കൗമാരക്കാരുടെ വാർത്ത നമ്മളിപ്പോൾ ദിവസവും കാണുകയാണ്. ഭക്ഷണക്രമം ഇല്ലാതാവുക, ഉറക്കമില്ലായ്മ, സ്വഭാവമാറ്റം എന്നിവയ്ക്ക് പുറമെ ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗെയിം അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്നു. കുട്ടികളെ അടിമപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ കളികളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ കിട്ടുന്ന മത്സരഭ്രാന്ത് മുതൽ കളിയുടെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ഥാനക്കയറ്റവും സമ്മാനങ്ങളും അംഗീകാരങ്ങളും വരെ കുട്ടികളെ ഈ വിർച്വൽ ലോകത്ത് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഗെയിമിങ്ങിന് അടിമപ്പെട്ട പല കുട്ടികളും ഗെയിമിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനും ഗെയിമിംഗ് അക്കൗണ്ടുകൾ വിലയ്ക്ക് വാങ്ങാനുമായി മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം മോഷ്ടിക്കുന്നു. ഇനി നിങ്ങളുടെ കുട്ടി ഗെയിമിങ്ങിന് അടിമയാകാതിരിക്കാൻ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടിയെ പൂർണ്ണമായും ഗെയിം കളിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. പകരം അവർക്ക് ഗെയിം കളിക്കാൻ ഒരു നിശ്ചിത സമയം നൽകുക. കുട്ടികളെ കൂടുതൽ കായിക വിനോദങ്ങളിലേക്ക് തിരിച്ചുവിടുക. കുട്ടികൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അമിതമായി വയലൻസ് ഉള്ള കളികളും സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന കളികളും അവരെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക. മാതാപിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. അവരുടെ സ്വഭാവ മാറ്റങ്ങൾ മനസ്സിലാക്കുക. അവർ പണം മുടക്കി ഗെയിം കളിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉറങ്ങുന്നതിന് മുമ്പായി മൊബൈൽ ഫോണും ടാബും ഗെയിമുകളുമെല്ലാം കർശനമായി വിലക്കുക. നിങ്ങളുടെ കുട്ടി ഗെയിമിങ്ങിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വേണ്ടത് നിങ്ങളുടെ ശകാരമോ കുറ്റപ്പെടുത്തലോ അല്ല, മറിച്ച് നിങ്ങളുടെ പിന്തുണയും ചേർത്തുപിടിക്കലുമാണ്. അവരെ ഈ ശീലത്തിൽ നിന്ന് കരകയറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾക്കിത് സ്വയം കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്ന് കണ്ടാൽ ഒരു മടിയും കൂടാതെ ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുക. ഇനി ഒരു കുട്ടിയും ഗെയിമിങ്ങിന് അടിമയാകാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി. ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് ഷക്കീല പറയുന്ന കാര്യങ്ങൾ എത്രയോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോൺ നമുക്ക് അത്യാവശ്യമാണ്. ഫോണില്ലാണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഫോണിനെ. അപ്പോൾ ആ ഒരു ഫോൺ ഉപയോഗം കുറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു കാര്യം ഓർക്കുക, മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാനുള്ള ഉപകരണമാണ്, പക്ഷേ നിയന്ത്രിക്കാനുള്ള ഒന്നല്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ ടാറ്റ.